നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 7 ബുധൻ. തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭമായ കുടമാറ്റം കാണാൻ തടിച്ചുകൂടിയ ജനാവലി. ദേവികുളത്ത് എ രാജയുടെ തെരഞ്ഞെടുപ്പ് ശരിവച്ചു, ജനവിധി തുടരും. സുപ്രീം കോടതിയിൽ 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ജയം. ഹർജി നൽകിയ കോൺഗ്രസ് നേതാവിന് രൂക്ഷ വിമർശനം. ജാതി സർട്ടിഫിക്കറ്റ് തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകില്ല. ദേവികുളം മണ്ഡലത്തിൽ നിന്ന് CPIM സ്ഥാനാർത്ഥി എ രാജയുടെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച് സുപ്രീം കോടതി. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാജയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ 2021 മാർച്ചിലെ ഹൈക്കോടതി വിധി റദ്ദാക്കി. രാജ ഹിന്ദു പറയവിഭാഗക്കാരനാണെന്ന വാദം അംഗീകരിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുതലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ, അഹ്സനുദ്ദീൻ അമാനുള്ള, അഗസ്റ്റിൻ ജോർജ് മിസ്വ എന്നിവരുടെ ബെഞ്ച് വിധിച്ചു. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് രാജ നിർണായക വിധി തേടിയത്. ദേവികുളത്ത് 7848 വോട്ടിന് തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥി D കുമാറിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. നിലവാരമില്ലാത്ത ഹർജിയെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു. അപമാനിച്ച് പുറത്താക്കാൻ ഹൈക്കമാൻഡ്. സുധാകരന് പുല്ലുവില. തന്നെ മാറ്റുകയാണെങ്കിൽ BD സതീശനെയും മാറ്റണമെന്ന് സുധാകരൻ ആവശ്യപ്പെടും. ബുധനാഴ്ച പരസ്യ പ്രതികരണമെന്ന്. പൊട്ടിത്തെറിയുടെ ആഘാതം കുറയ്ക്കാൻ ചർച്ച. സഖ്യകക്ഷികളും ഇടപെടുന്നു. കെ സുധാകരന്റെ എതിർപ്പ് പാടെ തള്ളി പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ്. അതേസമയം തനിക്കെതിരായ നീക്കം സംബന്ധിച്ച് ബുധനാഴ്ച പരസ്യ പ്രതികരണം നടത്തുമെന്ന് കെ സുധാകരന്റെ പ്രഖ്യാപനം നേതൃത്വത്തെ ഞെട്ടിച്ചു. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിച്ച് പടിയിറക്കുന്നത് ദുർബലമായ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബഹുഭൂരിപക്ഷം നേതാക്കളും കരുതുന്നു. എന്ത് ചെയ്യാനാ, കോൺഗ്രസ് ആണ് പോലും കോൺഗ്രസ്. +2 ഫലം 21-ന്. പുതിയ മാർപ്പാപ്പ കോൺക്ലേവ് ഇന്നു മുതൽ. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവൻ തെരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ബുധനാഴ്ച തുടങ്ങും. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. രാജ്യവ്യാപക മോക്ക് ഡ്രിൽ ഇന്ന്. അതിർത്തിയിൽ വ്യോമാഭ്യാസം. യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾ ഏതുവിധം പ്രതികരിക്കണമെന്ന് പരിശീലിപ്പിക്കുന്ന സുരക്ഷാ മോക്ക് ഡ്രിൽ ബുധനാഴ്ച രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 244 സിവിൽ ഡിഫൻസ് ജില്ലകൾക്ക് പുറമെ മറ്റിടങ്ങളിലേക്കും മോക്ക് ഡ്രിൽ ഉണ്ടാകും. സംസ്ഥാനത്തും മോക്ക് ഡ്രിൽ. സംസ്ഥാനത്തും ബുധനാഴ്ച എല്ലാ ജില്ലയിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും. വൈകിട്ട് 4-ന് സൈറൺ മുഴങ്ങുമ്പോൾ മോക്ക് ഡ്രിൽ ആരംഭിക്കും. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശം വിലയിരുത്തും. വാർഡ് തലത്തിൽ മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം. എല്ലാ പ്രദേശവാസികൾക്കും നിർദ്ദേശം എത്തിക്കണം. മോക്ക് ഡ്രിൽ സമയത്ത് കെട്ടിടങ്ങൾക്കുള്ളിൽ ഇരിക്കണം. NM വിജയൻ ജീവനൊടുക്കിയ കോൺഗ്രസ് നിയമനക്കോഴ. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുക്കണമെന്ന് വിജിലൻസ് DYSP ഷാജി വർഗീസാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. FIR രജിസ്റ്റർ ചെയ്യാം. IC ബാലകൃഷ്ണൻ. കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെയാണല്ലോ, തമ്മിലടിയും ഉള്ളത്, ബാങ്കിനെ അടിച്ചു മാറ്റലും ഒന്നും പറയണ്ട. തെരുവുനായ ആക്രമണം. ABC നിയമത്തിൽ ഇളവ് വേണം. മാർജിനൽ സീറ്റ് വർധന അനുവദിച്ചു. +1 4.74 ലക്ഷം സീറ്റ് സജ്ജം. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച. +1-ന് 14 മുതൽ 20 വരെ അപേക്ഷിക്കാം. PM ശ്രീ കേന്ദ്രവിഹിതത്തിനായി തമിഴ്നാടുമായി ചേർന്ന് പോരാടും. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വിഹിതം തടഞ്ഞ കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാടുമായി ചേർന്ന് യോജിച്ച് നീക്കം നടത്തുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും.
മനുഷ്യത്വരഹിതമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അധികാരമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന നിലപാട് ശരിയല്ല. വിദ്യാഭ്യാസ കലണ്ടർ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കണ്ണൂർ സർവകലാശാല ഡീൻ നിയമം കാറ്റിൽ പറത്തി സംഘപരിവാർ പട്ടിക. കണ്ണൂർ സർവകലാശാല നിയമവും അക്കാദമിക കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി ഡീൻ പട്ടിക തയ്യാറാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജുവിന്റെ സംഘപരിവാർ താൽപര്യം മുൻനിർത്തി ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഉത്തരവിറക്കിയത്. ശബരിമലയ്ക്ക് സുവർണകാലം. ശബരിമലയ്ക്ക് സുവർണകാലം. കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ നൽകിയ തുക: തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 144.96 കോടി, കൊച്ചിൻ ദേവസ്വം ബോർഡ് 26.38 കോടി, മലബാർ ദേവസ്വം ബോർഡ് 250.77 കോടി, കൂടൽ മാണിക്യം ദേവസ്വം 15 ലക്ഷം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് 17.41 കോടി, പത്മനാഭസ്വാമി ക്ഷേത്രം 3.38 കോടി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനം വിരൽ ചൂണ്ടുന്നത് തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലുള്ള ശബരിമലയുടെ ദേശീയ പ്രസക്തി. 19-നാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത്. 52 വർഷത്തിനു ശേഷമാണ് ഒരു രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുന്നു. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് 1/2 കോടി തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. എന്നാൽ ഒരു പരാതിയുമില്ലാതെ തീർത്ഥാടന കാലം പൂർത്തിയാക്കി. വെർച്വൽ ക്യൂ സംവിധാനം നവീകരിച്ച് സുഗമ തീർത്ഥാടനം ഉറപ്പുവരുത്തി. മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ വേഗത്തിലായി. ശബരിമല വികസന അതോറിറ്റി രൂപീകരണത്തിനും നടപടിയായി. റോപ്പ് വേയും യാഥാർത്ഥ്യമാവുകയാണ്. മാസ്റ്റർ പ്ലാനിന് 83.95 കോടി, സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 20.42 കോടി, ഇടത്താവളം പദ്ധതിക്ക് 116.41 കോടിയും അനുവദിച്ചു. കോൺഗ്രസിലെ കലാപത്തിൽ സഭയെ വലിച്ചിഴച്ചതിനെതിരെ ദീപിക. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം. പാർട്ടിക്കുള്ളിൽ അന്തഛിദ്രങ്ങളും തീരാവ്യാധിയായി അധികാര കൊതിയും. കേരളത്തിലെ കോൺഗ്രസിൽ ആഭ്യന്തര കലാപത്തിൽ ക്രൈസ്തവ സഭയെ വലിച്ചിഴച്ചത് ശക്തമായ വിമർശനവുമായി സഭയുടെ മുഖപത്രമായ ദീപിക. ആന്റണിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഭ നിർദ്ദേശിച്ചതായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിച്ച വാർത്തകൾ ദീപിക മുഖപ്രസംഗം തള്ളി. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനമെന്ന നിലപാടും വ്യക്തമാക്കുന്നു. ഹൈക്കമാൻഡിന് ഇരട്ട നീതിയെന്ന് നേതാക്കൾ. സുധാകരന് തല്ല്, സതീശന് തലോടൽ. കെ സുധാകരനോടും VD സതീശനോടും 2 തരത്തിലുള്ള നയമാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാക്കി നേതാക്കൾ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റേണ്ടെന്ന് വാദിക്കുന്ന മുതിർന്നവരടക്കമുള്ള നേതാക്കൾ തന്നെയാണ് ഇരട്ട നീതി സംബന്ധിച്ച പരാതി ഉയർത്തുന്നത്. AICC നേതൃത്വത്തിന് മുന്നിലും ഇത് എത്തിച്ചതായാണ് വിവരം. ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി പാക്കേജായാണ് ഹൈക്കമാൻഡ് ഇരുവരെയും ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ പാർട്ടി പിന്നോട്ടടിക്കുന്നതിൽ KPCC പ്രസിഡന്റിനെ മാത്രം പ്രതിപ്പെട്ടിലാക്കുന്ന പ്രചരണമാണ് ഒരു വിഭാഗം നടത്തുന്നതെന്നാണ് ആക്ഷേപം. സ്ത്രീയെ അധിക്ഷേപിച്ച ഷാജനെ ന്യായീകരിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ്. ഷർട്ടിടാൻ കൂട്ടാക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ ഷോ. വിദേശ മലയാളിയായ വനിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ ന്യായീകരിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ്. ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് ഭരണഘടനാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്ത്രീക്കെതിരെ കേട്ടാലറക്കുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തതെന്ന് മറച്ചുവെച്ചാണ് രാജീവിന്റെ വെള്ളപൂശൽ. ദേശാഭിമാനി എഡിറ്റോറിയൽ. ഇച്ഛാശക്തിയുടെ മാറ്റം KSRTCയിലും. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രതിസന്ധികളെ മറികടക്കുന്നെന്ന ശുഭകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യമായി നൽകാനാകാതെ ഭാവി തന്നെ വലിയ ആശങ്കയിലായ സ്ഥാപനമാണ് കരകയറിയത്. മാസാദ്യം ശമ്പളം കിട്ടാതെയും പല തവണകളായി വാങ്ങിയും 2-3 മാസത്തെ കുടിശ്ശികയുമൊക്കെ കടുത്ത ദുരിതമനുഭവിച്ച് ജോലി ചെയ്ത ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുഗതാഗതത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന്റെ ബുദ്ധിമുട്ടിൽ ആനന്ദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് KSRTCയുടെ മാറ്റം. ഏപ്രിലിലെ ശമ്പളം 30-ന് തന്നെ പൂർണ്ണമായി നൽകി സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് തെളിയിച്ചു. പ്രതിസന്ധിയെ അതിജീവിക്കാൻ സർക്കാർ സഹായം ഉറപ്പാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിന്റെയും വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെയും ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമാണ് കോർപ്പറേഷനിലുണ്ടായ മാറ്റം. LDF സർക്കാർ 4ാം വാർഷിക സമ്മാനമായി ജീവനക്കാർക്ക് 1 കോടി രൂപയുടെ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. സ്ഥാപനം എല്ലാ പരാധീനതകളെയും മറികടക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
സ്ഥാപനം പ്രതിസന്ധിയിലായപ്പോൾ കുറ്റപ്പെടുത്തിയും സർക്കാരിനെ പഴിച്ചും വലിയ ആഘോഷം നടത്തിയ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വായടപ്പിക്കുന്ന വളർച്ചയാണ് കെ.എസ്.ആർ.ടി.സി കൈവരിച്ചത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് സംസ്ഥാനത്തിൻ്റെ സുപ്രധാന പൊതുമേഖലയെ കൈപിടിച്ചുയർത്തി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നത്. തുറമുഖ പദ്ധതി വൈകിപ്പിച്ചതാര്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാകേണ്ടിയിരുന്ന പദ്ധതി വൈകിപ്പിച്ചതും കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കാതിരുന്നതും കോൺഗ്രസും യു.ഡി.എഫുമാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കും. ആ കുറ്റബോധം കൊണ്ടായിരിക്കണം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നത്. ബി.ജെ.പി ആകട്ടെ കേരളത്തിന് ഗുണകരമായ ഒന്നും ചെയ്തതുമില്ല. വികസനത്തിന് അനുകൂലമായ എൽ.ഡി.എഫിൻ്റെ സമീപനം നിശ്ചയദാർഢ്യമാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണം. ആക്രമണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് കിട്ടിയതോടെ മോദി കാശ്മീർ യാത്ര റദ്ദാക്കിയെന്ന് ഖാർഗെ. കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നുവെന്നും അതിനാലാണ് കഴിഞ്ഞ മാസത്തെ ജമ്മു കാശ്മീർ യാത്ര അദ്ദേഹം റദ്ദാക്കിയതെന്നും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. രക്ഷാസമിതിയിൽ പാകിസ്ഥാന് തിരിച്ചടി. ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന് പാക് വാദം രക്ഷാസമിതി അംഗങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട്. പാക് കാർഷിക മേഖല പ്രതിസന്ധിയിലേക്ക്, പ്രതിരോധ ചെലവ് കൂട്ടുന്നു. ഭീകരവേട്ട കാശ്മീരി ജനതയ്ക്കെതിരായി മാറരുത്. ഒമർ അബ്ദുള്ള. പശ്ചിമബംഗാളിൽ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് മർദ്ദനം. കൊൽക്കത്ത. ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് മുസ്ലിം യുവാക്കൾക്ക് മർദ്ദനം. തെരുവ് കച്ചവടക്കാരനും ഓട്ടോ ഡ്രൈവർക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. പശ്ചിമബംഗാളിലെ ഹൗറയിലാണ് സംഭവം. വടിയുമായി എത്തിയ അമിത് ദത്ത ജയ് ശ്രീറാം വിളിക്കാൻ കച്ചവടക്കാരനോട് ആവശ്യപ്പെടുകയായിരുന്നു. ബ്രിട്ടനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ബ്രിട്ടനിൽ നിന്നുള്ള മദ്യത്തിൻ്റെ തീരുവ പകുതിയാക്കും. പാലുൽപ്പന്നങ്ങൾ, ആട്ടിറച്ചി, ആപ്പിൾ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് തുടങ്ങിയവ ഇന്ത്യയിലേക്ക് ഒഴുകും. സർക്കാർ സംവിധാനങ്ങൾ കൈകോർത്തു, പൂത്തുവിടർന്നു പൂരം. അഡ്വക്കേറ്റ് എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയവിധി. കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനേറ്റ പ്രഹരം. ദേവികുളത്തെ ജനങ്ങളുടെ വിജയം. അഡ്വക്കേറ്റ് എ രാജ. അഡ്വക്കേറ്റ് എ രാജയ്ക്ക് MLA ആയി തുടരാമെന്ന സുപ്രീം കോടതി വിധി കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനേറ്റ കനത്ത പ്രഹരമായി. ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2021 7,848 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് രാജ തെരഞ്ഞെടുക്കപ്പെട്ടത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ D. കുമാറിന്റെ ഹർജിയെ തുടർന്ന് വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി തള്ളിയത്. രാജ ക്രിസ്തുമത വിശ്വാസിയാണെന്നും സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്നും അതിനാൽ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2021 മാർച്ച് 20 ഹൈക്കോടതി രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിരുന്നു. എന്നാൽ SC ആണെന്ന് തെളിയിക്കുന്ന വിവിധ രേഖകൾ രാജ ഹാജരാക്കിയെങ്കിലും പരിശോധിച്ചില്ല. ഈ വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്.